ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേഷൻ ഓഫ് ത്രെഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഇറക്കം കുറഞ്ഞ ചുരിദാറിൻ്റെ ടോപ്പിനെ നമുക്കൊന്ന് ഇറക്കം വെപ്പിക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഇതിന്മേൽ ഒരു നീല ഷെയ്ഡ് കാണാനുണ്ടാവും. ഞാൻ കാണിച്ചു തരാം, നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഈ ഒരു നീല ഷെയ്ഡിൽ ഉള്ള സെയിം ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ അടിഭാഗത്ത് വീതി 26 ഇഞ്ചും ഇതിൻ്റെ നീളം 6 ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാഞ്ഞിട്ട് ആ ടോപ്പിൻ്റെ കളറിലുള്ള കുറച്ച് സ്ട്രിപ്സ്, ഒരു ഇഞ്ച് വീതിയിലുള്ള കുറച്ച് കഷ്ണങ്ങളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ആ ടോപ്പിന് നീളം കൂട്ടാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ തുണിയിൽ ഞാൻ 2 ഇഞ്ച് വീതമുള്ള ഓരോ മാർക്കിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുകളിലും ഇട്ടിട്ടുണ്ട്, താഴെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ്റ് ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ 2 ഇഞ്ച് വീതമുള്ള ഓരോ മാർക്കിംഗ് കൂടി ആ 2 വരകളും തമ്മിൽ ജോയിൻ്റ് ചെയ്തു. അതിങ്ങനെ ഒരു ലൈൻ ഷേപ്പ്, സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ചെരിച്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ അപ്പുറത്തെ പീസിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പം ഞാൻ 2 ക്ലോത്തിലും ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്തു. രണ്ടെണ്ണത്തിൽ ഞാനിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും ഒന്നുകൂടി ഒരു മാർക്കിംഗ് കൂടി കൊടുക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടെയാണ് ഞാൻ ഈ സ്ട്രിപ്സ് വെച്ചിട്ട് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ സ്ട്രിപ്സുകളൊക്കെ നമുക്കൊന്ന് ഒരു സൈഡൊന്ന് മടക്കിയടിക്കാം. ഇതിൻ്റെ ഈ വശവും ഇപ്പുറത്തെ വശവും ഉള്ളിലേക്ക്, ഈ 2 തെറ്റും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഈ സ്ട്രിപ്സ് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തുണിയിൽ ഈ സ്ട്രിപ്സ് കറക്റ്റായിട്ട് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ വരയും തമ്മിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിങ്ങിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഈ സ്ട്രിപ്സ് ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം. സെൻറ്ററിൽ കൂടി അടിക്കാം. ഇപ്പം ഞാനിതിൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ അടിച്ചു കഴിഞ്ഞു. സൈഡിലേക്ക് ചെരിച്ചിട്ടാണ് ഞാനിതെല്ലാം തയ്ച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് തയ്ച്ചെടുക്കാം. നോക്കാം. ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ 2 ഭാഗങ്ങളും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ടോപ്പുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാം. ഇതിപ്പോൾ ടോപ്പിൻ്റെ നല്ല വശമാണ്. ഈ ടോപ്പിൻ്റെ ഈ നല്ല വശത്ത് ഞാൻ ഈ കഷ്ണം തുണിയുടെ നല്ല വശം വെച്ചിട്ട് ചേർത്ത് തയ്ക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശം, അപ്പോൾ ചീത്ത വശം മുകളിലേക്ക് വരും. ഇപ്പോൾ ഇതിങ്ങനെ തയ്ച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് നിവർത്തിയിട്ട് ഒരു പതിച്ചടി കൊടുക്കാൻ പോകണം. ഇതിന് മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിക്കാൻ പോകണം. ഇപ്പം ഞാൻ ടോപ്പിൻ്റെ 2 ഭാഗവും അടിച്ചു കഴിഞ്ഞു. ബാക്കും അടിച്ചു, ഫ്രണ്ടും അടിച്ചു. അങ്ങനെ 2 ഭാഗവും ഞാൻ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു ചെറിയൊരു ഇത്ര നീളത്തിലൊരു സ്ട്രിപ്പ്, ഒരു 1.5 ഇഞ്ച് നീളത്തിലൊരു സ്ട്രിപ്പ് എടുത്തിട്ട് അത് ഞാൻ ഈ ടോപ്പിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് തയ്ക്കാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ചീത്തവശം, ടോപ്പിൻ്റെ ചീത്തവശം നല്ല ഭാഗം താഴേക്ക് വെച്ചിട്ട് ചീത്തവശം, പിന്നെ ഈ സ്ട്രിപ്പിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് നീളത്തിലോ 1/2 ഇഞ്ച് വീതി. ഇതിപ്പോൾ ഞാൻ തയ്ച്ചു. ഇതിപ്പോൾ ചീത്തവശം, ടോപ്പിൻ്റെ ചീത്തവശം ഒരു പീസ്, ചെറിയൊരു കഷ്ണം തുണി, ഒരു 1.5 ഇഞ്ച് വീതിയിൽ വെട്ടിയ ഒരു സ്ട്രിപ്പും തമ്മിൽ ഞാൻ യോജിപ്പിച്ചു. ഇനി ഞാനിത് പതുക്കെ ഫ്രണ്ടിലേക്ക് മടക്കാൻ പോകും. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം.
ഞാൻ താഴെ തയ്ച്ച ആ സ്ട്രിപ്പ് ഞാൻ പതുക്കെ ഞാൻ ഫ്രണ്ടിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഞാൻ പിടിച്ചിട്ട് തയ്ക്കാൻ പോവാണ്. എല്ലാവർക്കും കാണാൻ തോന്നുന്നു. ഞാൻ 1/4 ഇഞ്ച് വീതിയിൽ ഞാൻ ഈ സ്ട്രിപ്പ് അടിഭാഗത്തു നിന്നാണ് ഈ സ്ട്രിപ്പ് എടുത്തിരിക്കുന്നത്. ഈ സ്ട്രിപ്പ് ഞാൻ തയ്ച്ചിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് തയ്ക്കുകയാണ്. നോക്കാം. അങ്ങനെ ഞാൻ ഈ ടോപ്പിൻ്റെ 2 ഭാഗവും തയ്ച്ചു. ഫ്രണ്ട് പാർട്ടും തയ്ച്ചു, ബാക്കിലെ പാർട്ടും തയ്ച്ചു. അടിയിൽ ക്ലോത്ത് വെച്ചിട്ട് ഒരു കഷ്ണം ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ ആ തയ്യൽ തുമ്പൊക്കെ മറച്ചു, കറക്റ്റായിട്ട് മറച്ചു. ഇപ്പോൾ എവിടെയും ഒരു വേസ്റ്റേജ് ഇല്ല, ഒന്നുമില്ല. കണ്ടില്ലേ, കറക്റ്റായിട്ട് മറച്ചു. ഇനി നമുക്കിതിൻ്റെ സൈഡിലത്തെ സ്ലിറ്റ് ഞാൻ കുറച്ച് അഴിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കറക്റ്റായിട്ട് നമുക്ക് മടക്കി തയ്ക്കാം. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം വരുന്നത്. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു, ഞാൻ അടിയൊക്കെ മടക്കി അടിച്ചു, സെറ്റപ്പാക്കി. ഇനിയിപ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത്. പക്ഷേ ഈ നീല കളർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഫ്രണ്ടിലുള്ള കളറിനേക്കാളും ഭയങ്കര ലൈറ്റ് കളറാണല്ലോ തോന്നും. പക്ഷെ ഇത് ക്യാമറയുടെ ലൈറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതേ സെയിം കളർ തന്നെയാണ്, ഡാർക്ക് കളർ തന്നെയാണ് ഇതും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.